സിമ്പിളാട്ടോ ഇതിന്. ഇത് ഒരു രക്ഷയില്ല, കിഡിലൻ ഐറ്റം കണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ ജിംനിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു വേറെ 1, 2, 3 കാർസൊക്കെ നമ്മൾ FMSൻ്റെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ഒരു വണ്ടിയാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു 1963 ഇറങ്ങിയ ഒരു മോഡലാണ്, പിക്കപ്പ് വേർഷനാണ്. ലാൻഡ് ക്രൂയിസർ FJ45 എന്ന് പറയും അതിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്ത് കണ്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം. ലാൻഡ് ക്രൂയിസർ FJ45 ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്കെയിൽ ലുക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ടയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ആ ബമ്പറും ഭാഗങ്ങളും എല്ലാം ബോണറ്റും എല്ലാം. പിന്നെ ഇത് ബാക്ക് സൈഡിലോട്ട് വരാൻ നേരത്ത് ഇത് കണ്ടോ, ബാക്ക് സൈഡ് ലുക്കും ആ ഒരു ടൊയോട്ടോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ പിക്കപ്പ് വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് ആ പഴയ വണ്ടി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. അത് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്കെയിൽ രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോർസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ബോണറ്റ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ബാറ്ററി കാര്യങ്ങളൊക്കെ ഇടുന്നത് കണ്ടോ. ഇതിൻ്റെ ഇലക്ട്രോണിക് ബോർഡ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓൺ ഓഫ് ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതിവിടെ ഒരു സെർവോ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്കെല്ലാം ഈ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടങ്ങ് ഇടാം. സിമ്പിളായിട്ട് തന്നെ ക്ലോസും ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ചിട്ട് ഈ FMSൻ്റെ വണ്ടികൾ നമ്മൾ കണ്ട പ്രത്യേകതകളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഈ ബോഡി ഊരി ബാറ്ററി ഇട്ട് ഫിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നല്ല അടിപൊളി ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ചാസി കണ്ടോ. ഇതിൻ്റെ ചാസി അതായത് റിയൽ വണ്ടിയിൽ കാണുന്നത് എങ്ങനെയാണോ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ സ്പ്രിങ് അല്ല, അത് മറ്റേ ടൈപ്പ് സസ്പെൻഷൻ അല്ല, സ്പ്രിങ്സ് അല്ല ഇതിൽ വരുന്നത്, ലീഫാണ് വരുന്നത് കണ്ടോ. ലീഫ് സസ്പെൻഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ റിയൽ വണ്ടിയിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതായത് ഇതിന് അതായത് ലോ ഗിയറും ഹൈ ഗിയറും പിന്നെ ന്യൂട്രലും വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് റിമോട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയറിങ് സെറ്റപ്പൊക്കെ പോയിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് മോട്ടർ വഴി വന്നിട്ട് സെൻട്രലിലോട്ട് വന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് 2 ഡിഫറൻഷ്യലിലോട്ടും പോയിരിക്കുന്നത് കണ്ടോ. ഈ ഒരു സെർവോ ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സെർവോ ആണ് ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഇവന്മാർ ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടോ, ഭയങ്കര ക്ലീനായിട്ട് കണ്ടോ. ഭയങ്കര ക്ലീനായിട്ടാണ് ഇതിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, റിവേഴ്സ് ലൈറ്റ് വർക്ക് ചെയ്യും, ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും. ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം കണ്ടോ. ബോണറ്റിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനങ്ങളൊക്കെ. പിന്നെ ഗ്രില്ലിൽ ടൊയോട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഒരു ബമ്പർ കണ്ടോ. ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് അടിഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്കെയിൽ ലുക്കാണ്. ടയേഴ്സൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. എനിക്ക് മെയിനായിട്ട് FMSൻ്റെ വണ്ടികൾ ഇഷ്ടപ്പെടാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ട് എടുക്കാം. ഓക്കെ, ഇത് കണ്ടോ ബോക്സ് ഗൈസ്, ഇത്ര ഉള്ളൂ ബോക്സ്. നമുക്കിതിങ്ങനെ ലോക്ക് ചെയ്ത് ചുമ്മാ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് നടക്കാം നമ്മളിപ്പോൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ FMSൻ്റെ ഒരു 3-4 വണ്ടികൾ ഇതേപോലെ 1/12 സ്കെയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് നടക്കാം സിമ്പിളായിട്ട്. വലിയ വണ്ടി നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ റിമോട്ട് കാണിച്ചു തരാം. നമ്മുടെ സെയിം ജിംനിയുടെ തന്നെ കണ്ടോ, സെയിം റിമോട്ടാണ്. 4 ചാനൽ റിമോട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. FMS എന്നൊക്കെ ഉള്ളൊരു ബാഡ്ജ് ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് ഓണാക്കി നോക്കാം, വണ്ടി എങ്ങനെയുണ്ടെന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, സപ്പോസ് 7.4 വോൾട്ടിൻ്റെ 380 mAh ബാറ്ററി നമ്മുടെ ജിംനിയിൽ കാണുന്ന സെയിം ലിപ്പോ ബാറ്ററി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ട ആ ബാറ്ററി ട്രേ ഇതിലോട്ട് നമ്മൾ ഈ സാധനം അങ്ങനെ വെച്ചിട്ട് ഇതായിട്ടങ്ങ് കണക്ട് ചെയ്യുക. ഇവിടെ ഓൺ ബട്ടൺ ഉണ്ട്, അത് ഓണാക്കി കഴിഞ്ഞാൽ സംഭവമാവും. പിന്നെ ഈ വയറൊക്കെ അങ്ങനെ നൈസായിട്ട് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഈ ബോണറ്റ് അങ്ങ് ക്ലോസ് ചെയ്യുക കണ്ടോ. റിമോട്ട് ഓൺ ചെയ്യാം. ഗൈസ്, സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിയറിംഗ് വീല് തിരിയുന്നുണ്ടോ. വീല് തിരിയുമ്പോൾ സ്റ്റിയറിങ്ങും വീലും കൂടി തിരിയും. FMSൻ്റെ എല്ലാ വണ്ടിക്കും ഉണ്ട് ആ സംഭവം, മിക്ക വണ്ടിക്കും ഉണ്ട്. അതായത് അത്യാവശ്യം സ്കെയിൽ ലുക്കിൽ വരുന്ന മിക്ക വണ്ടിക്കും ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഭയങ്കര രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ലോ ഗിയറിലാണെന്ന് തോന്നുന്നു കണ്ടോ, ലോ ഗിയറിലാണ് സംഭവം.
നമുക്ക് നെക്സ്റ്റ് ഒരു പോർഷൻ ഇട്ടാൽ ഉണ്ടോ, ന്യൂട്രാണ്, അനങ്ങത്തില്ല. വണ്ടി ചുമ്മാ ഇങ്ങനെ ഊർന്നു പോകും. കണ്ടോ, ന്യൂട്രൽ ഒരു പൊസിഷൻ ഉണ്ട് ഇതിങ്ങനെ ഊർന്നു പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലോട്ടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ന്യൂട്രലോട്ടായി കഴിഞ്ഞാൽ കണ്ടോ സാധനം ഇറങ്ങി അങ്ങ് പോകും. ഫസ്റ്റിലോട്ടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ ലോ ഗിയർ, ന്യൂട്രൽ, പിന്നെ ഹൈ ഗിയർ ആണോ സ്പീഡിൽ പോകും. അപ്പോൾ ഇത്രയും സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. ന്യൂട്രൽ നമ്മുടെ ജിംനിക്ക് വരുന്നില്ല. ഈ ഒരു മോഡലിനും പിന്നെ നമ്മൾ അടുത്ത ഒരു കൊണ്ടുവരാൻ പോകുന്ന ഒരു മോഡലിനും ഈ ന്യൂട്രൽ പൊസിഷൻ ഇതിനകത്തുണ്ട്. വണ്ടി ന്യൂട്രലായിരിക്കും, ഇറക്കത്തിൽ ഇങ്ങനെ ഊർന്നൊക്കെ പോകാം. പെട്ടെന്ന് നമ്മൾ ഗിയറിലോട്ട് ആയി കഴിഞ്ഞാൽ നല്ല സ്പീഡിലൊന്ന് ഗിയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗിയറൊക്കെ ഒടിഞ്ഞു പോകും. അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല. റണ്ണിങ്ങിലും എന്തോരം ഭംഗി ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ FJ45 ഇതേ നമ്മൾ ഓടിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ അതെ ലോ ഗിയറിലാണ് ഇട്ടിരിക്കുന്നത്. അതോ പതിയെ ഭയങ്കര രസമാട്ടോ വണ്ടി കാണാനായിട്ട്. ഭയങ്കര സ്കെയിൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓ, ഇത് നമുക്കതിങ്ങനെ ഓടിക്കുമ്പോഴാണ് ആ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ. ഓ ഗൈസ്, സീനൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് ഐറ്റം. വാവ്, കൊള്ളട്ടോ. ഓക്കെ അല്ലേ ഗൈസ്, അത്യാവശ്യം നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ ഐറ്റത്തിന്. ഞാൻ വിചാരിച്ചു ഇത്രയും അങ്ങ് കാണത്തില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് കുറച്ചും കൂടി നല്ല ടഫ് ഓഫ് റോഡിങ്ങിലോട്ട് കടന്നു നോക്കാം. അവിടെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ്, അതൊക്കെ കയറിയിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലോ ഗിയറിലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ന്യൂട്രലാക്കാം. പിന്നെ അതെ ഹൈയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. സ്പീഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട. ഓക്കെ, നമുക്കിപ്പോൾ ലോ ഗിയറിലിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് വലിക്കുമോ നോക്കാം. ദേ ഈ ഒരു കല്ല് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ കല്ലിന്. ഇത്രയും വലിയൊരു എന്താ പറയുക കരിങ്കല്ലാണ് കേട്ടോ. നമുക്ക് എൻ്റെ ബാക്കിലങ്ങ് വെക്കാം. ഉണ്ടോ, വെച്ചപ്പോഴത്തേക്കും വണ്ടി ഓൾമോസ്റ്റ് താന്ന്. ഇനി ഇത് വലിക്കുമോ നോക്കാം. ലോ ഗിയറിലാണ് ഐറ്റം കിടക്കുന്നത്. ദേ അതോ അത്രയും പവർ ഈ ഒരു സാധനത്തിനുണ്ട്. ഇനി നമുക്ക് റിവേഴ്സ് എടുക്കാം. ഇനി നമുക്ക് ഒരു കല്ലും കൂടി വെച്ച് നോക്കാം. നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ പറയുക, ദേ ഇവിടെ 2 കല്ലുകളുണ്ട്. ഇതുണ്ടോ, ഇതും കൂടി കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ആവും. 2 കല്ലുണ്ട്. നമുക്ക് ആദ്യം ഒരു കല്ലും കൂടി വെച്ച് നോക്കാം. ശരിക്കും താന്നട്ടാ ബാക്ക്. ഇനി നമുക്ക് കൊടുത്ത് നോക്കാം. ഗൈസ്, മാരകം ആ പെർഫോമൻസ് അതിനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കല്ലും കൂടി വെച്ച് നോക്കാം. ഇതും കൂടി സക്സസ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഇതുണ്ടോ, ആ വീലാർച്ചിൽ മുട്ടി അതിൻ്റെ ടയർ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഗൈസ്, ഇത് സിമ്പിളാട്ടോ ഇത് ഒരു രക്ഷയില്ല. കിഡിലൻ ഐറ്റം. ഇതേ സിമ്പിളായിട്ട് ആ സാധനം കൊണ്ടുപോകുന്നു. അയ്യോ, എത്ര ഒന്നും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വെയിറ്റ് ഒന്നും എടുക്കത്തില്ലായിരിക്കും എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. ഗൈസ്, ഒരു രക്ഷയില്ല. FMSൻ്റെ വണ്ടി ഞാൻ വീണ്ടും അതിനോട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ റിയൽ വണ്ടി അവിടെ ചെറുതായിട്ട് പെട്ടെന്ന് തോന്നണം. ബാക്ക് എടുക്കാം. ഓ ഗൈസ്, എന്നാലും ഒരു വിധത്തിൽ ഐറ്റം കയറി പോകുന്നുണ്ട്. കണ്ടോ, ബാക്ക് ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ. റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും റിവേഴ്സ് ലൈറ്റ് കത്തുന്നു കണ്ടോ. അയ്യോ, ഒരു രക്ഷയില്ല, കിടിലൻ. ആ ഒരു വെയിറ്റ് വെച്ചിട്ടാണ് ഇത് ഈ പോകുന്നതെന്ന് നോക്കണം കേട്ടോ. അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു സ്റ്റക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അത് പോസിബിൾ അല്ല ഗൈസ്. അത് നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും നല്ല ഒരു ഇതിലാണ് കുടുങ്ങിയത്. ഓക്കെ, എന്നാലും എന്തേ ഐറ്റം അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. അവിടെയും കുടിക്കണം. ഈ നടുക്ക് വലിയ കല്ല് കയറി കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ സ്കെയിൽ സൈസ് വെച്ചിട്ട് 1/10 സ്കെയിൽ വണ്ടിയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് 1/12 ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ടെറൈൻസ് വേണം.
അതിന് പറ്റിയ സ്കെയിൽ ഓഫ് റോഡായിട്ടുള്ള ടെറൈൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടോ കിടിലൻ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വെയിറ്റ് കൊണ്ടിട്ട്, ആ കല്ലിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് ടൊയോട്ടയുടെ നമ്മുടെ ബാക്കിൽ ഇതൊക്കെ ഓപ്പണായി പോകുന്നു. നമുക്ക് ഈ ഒരു കല്ലൊക്കെ എടുത്ത് മാറ്റാം. ഇത് അത്യാവശ്യം മണ്ണൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടോ നമുക്കൊരു സ്ഥലത്തിന് ആ ചെളിയിലിട്ടൊന്ന് ഉരുട്ടണം. ഓഫ് റോഡ് കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെളിയിലിട്ട് ഉരുട്ടും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സോ ഗൈസ് ഇതുണ്ടോ നല്ല കിഡിലനായിട്ട് ഐറ്റം. ഓഫ് റോഡ് ചെയ്തു തോന്നുന്നു. ഒരു രക്ഷയില്ല വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഈ കല്ലൊക്കെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് നൈസായിട്ട് റോഡിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇത് ലോ ഗിയറിൽ പതിയെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഇനി നമുക്കിത് ഹൈ ഗിയറിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മളിപ്പോൾ ന്യൂട്രലായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊർന്നിറങ്ങി പോരും. കണ്ടോ, നമുക്ക് ഹൈലോട്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. കണ്ടോ, ഭയങ്കര ഒരു റിയൽ വണ്ടി വരുന്ന പോലത്തെ ആ ഒരു ഫീല് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. അതുപോലെ ആ വണ്ടി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. FMSന് ഒന്നും പറയാനില്ല. ആ ഒരു ബ്രാൻഡ് കിടിലൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്നു ഗൈസ്. ഞാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഈ ട്രാക്സസിൻ്റെ വണ്ടി, മാക്സലിൻ്റെ വണ്ടിയൊക്കെയാണ് ഓടിച്ചുകൊണ്ട് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ FMSൻ്റെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ പിന്നെ ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വണ്ടി. അതുപോലെ സ്കെയിൽ ലുക്കാണ് ഗൈസ്. അതുപോലെയാണ് ഇവന്മാർ ഈ വണ്ടികൾ പണിത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗിയർ സെറ്റപ്പ്, ഈ 1/12 സ്കെയിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് ഇത്രയും ഗിയറിങ്ങും ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം, ഈ ലൈറ്റിങ്ങും സെറ്റപ്പ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 22,500 രൂപയും തൊട്ട് 25,000 അതിനിടക്കാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ ജിംനി പോലെ തന്നെ കണ്ടോ, റൈറ്റിലോട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, കണ്ടോ, ലെഫ്റ്റിലോട്ടും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അതെ ബാക്ക് സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് റിവേഴ്സ് ലൈറ്റ് കണ്ടോ, എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല, കിട്ടില്ല ഐറ്റം. കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് പാർക്കിംഗ് ലൈറ്റ് പോലെ വർക്ക് ചെയ്യും. ഉണ്ടോ, അപ്പോൾ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ FJ45 1/12 സ്കെയിൽ ഒരു ക്രോളർ FMS നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു കമ്പനി ഒരു രക്ഷയില്ല, കിടിലൻ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു കിടിലൻ സാധനമായിട്ട് വരുന്നുണ്ട്. നമ്മൾ സെയിം സ്കെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അതിനിടയിൽ വേറൊരു RC ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഒരു 1-2 വെടിക്കെട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഇതിൻ്റെ വാങ്ങാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്പേഴ്സ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ നേരെ അതിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.